അപ്പോൾ നമുക്കൊരു വെക്റ്റർ സ്പേസ് വിയും അതിൻ്റെ ഒരു സബ് സ്പേസ് ഡബ്ല്യു ഒക്കെ തന്നു കഴിഞ്ഞാൽ വി മോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോഷൻ സ്പേസ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് സെറ്റ് ഓഫ് ഓൾ കോസസ് ഓഫ് ഡബ്ല്യു ആണ്. ഇതിൻ്റെ അകത്തുള്ള അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊരു വെക്റ്റർ സ്പേസ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ വെക്റ്റർ സ്പേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാണ്? ഇവിടുത്തെ സീറോ വെക്റ്റർ ഏതാണ്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ സീറോ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബ്ല്യൂവിൻ്റെ കോസറ്റല്ലേ വരിക അല്ലേ? ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂവിൻ്റെ കോസറ്റുകളാണ്. സോ ഡബ്ല്യൂവിൻ്റെ ഏത് കോസറ്റാണ് ഇവിടുത്തെ സീറോ വെക്റ്ററായിട്ട് ആക്ട് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് 0 + W. 0 + W എന്ന് പറഞ്ഞിട്ടുള്ള ഡബ്ല്യൂവിൻ്റെ കോസറ്റാണ് ഈ കോഷൻ സ്പേസിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതായത് 0 + W എന്ന് പറഞ്ഞാൽ ഡബ്ല്യു തന്നെയല്ലേ? സോ അത് നിങ്ങൾ ഓർത്തെക്കണം. ഇവിടെ ഈ കോഷൻ സ്പേസ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? വീൻ്റെ ഒരു സബ് സ്പേസ് ഡബ്ല്യു എടുത്തു, എന്നിട്ട് ആ ഡബ്ല്യുവിൻ്റെ കോസറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോഷൻ സ്പേസ് ഉണ്ടാക്കിയത്. ആ ഡബ്ല്യു ഈ സ്പേസിൻ്റെ ഈ കോഷൻ സ്പേസിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഈ വീഡിയോയിലെ ലക്ഷ്യം കോഷൻ മാപ്പ് എന്ന് പറഞ്ഞൊരു മാപ്പ് അവതരിപ്പിക്കലും അതുപോലെ തന്നെ ഇപ്പോൾ വി ഫൈനൽ ഡയമെൻഷനിലാണെങ്കിൽ ഈ കോഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ കമ്പ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ എനിക്ക് കോസറ്റുകളെ കുറിച്ചുള്ള ഒരു ചർച്ച ജസ്റ്റ് ഒന്ന് ആവർത്തിക്കേണ്ടതുണ്ട്. ചെറിയതായ രീതിയിലൊരു ആവർത്തനമായി തോന്നിയേക്കാം, പക്ഷേ അത് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് മാച്ചിട്ട് അതിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഒരു വെക്റ്റർ സ്പേസ് വിൻ്റെ ഒരു സബ് സ്പേസ് ഡബ്ല്യു എടുത്തു, എന്നിട്ട് ആ വെക്റ്റർ സ്പേസിനകത്ത് ഒരു വെക്റ്റർ വി എടുത്തിട്ട് വി + W എന്ന് പറഞ്ഞിട്ടുള്ള ഡബ്ല്യുവിൻ്റെ കോസറ്റ് പരിഗണിച്ചു. എന്നിട്ട് ആ കോസറ്റിൻ്റെ അകത്തൊരു വെക്റ്റർ യു എടുത്തു. ശ്രദ്ധിക്കണം, ഈ വി + W എന്ന് പറയുമ്പം ഇതൊരു കോസറ്റാണ്. ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എങ്ങനെ കിട്ടുക? ഡബ്ല്യൂയിലെ വെക്റ്റേഴ്സിനോടൊക്കെ വി ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ ന്യൂ കളക്ഷൻ ഓഫ് വെക്റ്റേഴ്സാണ് വി + W എന്ന് പറഞ്ഞ കോസറ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ എലമെൻറ്റ്സ് ഉണ്ടാവും. ദിസ് ഇസ് സെറ്റ്. ഒരു കേസിൽ മാത്രം ഒറ്റ എലമെൻ്റേ ഉള്ളൂ. ഏതാണ് കേസ്? ഡബ്ല്യു സീറോ സ്പേസ് ആവാമല്ലോ അല്ലേ? സീറോ സ്പേസ് ആവുകയാണെങ്കിൽ വി + W അകത്ത് വി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കേസിലൊക്കെ വി അല്ലാതെ വേറെ എലമെൻറ്റ്സ് ഉണ്ടാവും, ഡബ്ല്യു നോൺ സീറോ സ്പേസ് ആണെങ്കിൽ. സോ എനിവേ, ഞാൻ ഈ കോസറ്റിൻ്റെ അകത്ത് ഒരു വെക്റ്റർ യു എടുത്തു. പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ, ആവശ്യത്തിന് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ചിന്തിക്കുക. അപ്പോൾ ഞാൻ ഈ കോസറ്റിൻ്റെ അകത്തൊരു വെക്റ്റർ യു എടുത്തു. നൈസ്. ഇനി ഇപ്പോൾ ദിസ് ഇംപ്ലൈസ് യു ഈ കോസറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡബ്ല്യൂയിലെ ഏതോ ഒരു വെക്ടറിനോട് വി ആഡ് ചെയ്യുമ്പോൾ യു കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്നാലല്ലേ യു ഈ കോസറ്റിൽ വരുള്ളൂ. സോ ദിസ് ഇംപ്ലൈസ് യു = വി + W വേർ W ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു. നൈസ്. റെഡി അല്ലേ? ഒക്കെ ആവശ്യത്തിന് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് പോരും കേട്ടോ. ദിസ് ഇംപ്ലൈസ് യു - വി = W ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു. നൈസ്. ദിസ് ഇംപ്ലൈസ് യു - വി എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ ഞാൻ ഈ വി + W എന്ന് പറഞ്ഞ കോസറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്റ്റർ യു എടുത്തപ്പം ആ യുവും ഈ വിയും തമ്മിലുള്ള ഡിഫറൻസ് ഡബ്ല്യൂയിൽ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇതൊക്കെ ഒരു ഈസി കമ്പ്യൂട്ടേഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ വി + W എന്ന് പറഞ്ഞ കോസറ്റിൻ്റെ അകത്ത് നിന്ന് വെക്റ്റർ യു എടുത്തപ്പം യു വിയും തമ്മിലുള്ള ഡിഫറൻസ് ഡബ്ല്യൂയിൽ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യു ഉണ്ടെങ്കിൽ ആ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇംപ്ലൈസ് യു ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റായ യു + ഡബ്ല്യുവും വി ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റായ വി + ഡബ്ല്യുവും സെയിം ആയിരിക്കും. കാരണം യുവിൻ്റെയും വിൻ്റെയും ഡിഫറൻസ് ഡബ്ല്യു ഉണ്ട്. അതുകൊണ്ട് തന്നെ യു വി ഉപയോഗിച്ചിട്ട് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കും. ഒന്ന് അടപ്പോസ് ചെയ്ത് ചുമ്മാ അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസറ്റിൻ്റെ അകത്തുനിന്ന് ഒരു വെക്റ്റർ യു എടുത്തു കഴിഞ്ഞാൽ ആ യു ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റ് ഏതെന്നാണ് വരുന്നത്? വി + W തന്നെയാണ് വരുന്നത്. ശരിക്കും മനസ്സിലാക്കണേ. ഈ ഒരു കോസറ്റ് എടുത്തു, ആ കോസറ്റിൻ്റെ അകത്ത് ഇഷ്ടമുള്ളൊരു വെക്റ്റർ എടുക്കുക, എന്നിട്ട് ആ വെക്റ്റർ ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഒരു കോസറ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ കോസറ്റ് അല്ല കിട്ടാൻ പോകുന്നത്, ദ സെയിം കോസറ്റ് തന്നെയാണ്. അപ്പം ഈ വി + അപ്പോൾ ആ കോസറ്റിൻ്റെ മറ്റൊരു പേരല്ലത് അല്ലേ? വി + W എന്ന് പറഞ്ഞ കോസറ്റും യു + W എന്ന് പറഞ്ഞ കോസറ്റും സെയിം ആണ്. സോ ആ ഒരു കോസറ്റിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് ദിസ് യു + W. ക്ലിയർ ആണോ? ഈ വി + W അകത്ത് ഒരു 3-4 വെക്ടേഴ്സ് കിട്ടി വിചാരിക്കുക. കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. സോ ലെറ്റ് u1, u2, u3 മൂന്നെണ്ണം u3 ബിലോങ്സ് ടു വി + W. ഈ കോസറ്റിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ 3 വെക്ടേഴ്സ് കിട്ടി വിചാരിക്കുക, 3 ഡിഫറെൻറ്റ് വെക്ടേഴ്സ്. അങ്ങനെയെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് പറയാലോ u1 + W എന്ന് പറഞ്ഞ കോസറ്റും u2 + W എന്ന് പറഞ്ഞ കോസറ്റും u3 + W എന്ന് പറഞ്ഞ കോസറ്റും എല്ലാം എന്താണ്? വി + W തന്നെയാണ്. ഈ ആർഗ്യുമെൻ്റ് അപ്ലൈ ചെയ്താൽ മനസ്സിലാവും അല്ലേ? അപ്പം ഈ കോസറ്റിൻ്റെ അകത്ത് 3 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസറ്റിന് 3 ഡിഫറെൻറ്റ് പേരുകൾ കിട്ടും.
ഈ ആർഗ്യുമെൻറ്റ് അങ്ങനെ തന്നെ അവിടെ അപ്ലൈ ചെയ്ത് അപ്പോസ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കോസെറ്റിന് ഡിഫറെൻറ്റ് നെയിംസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനകത്തുള്ള ഡിഫറെൻറ്റ് മെമ്പേഴ്സ് എടുത്താൽ മതി. ആ മെമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് നെയിംസ് കിട്ടും. നിങ്ങൾക്ക് എന്തിനോട് താരതമ്യം ചെയ്യാമെന്നറിയോ? ഇപ്പോൾ നേരത്തെ നമ്മൾ കോസെറ്റുകളായിട്ടുള്ള ചർച്ചയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളൊരു സ്കൂളിൻ്റെ എക്സാമ്പിൾ ഉപയോഗിച്ച് ഓർമ്മയില്ലായിരുന്നു അല്ലേ? എന്താ പറയുക, ഒരു വെക്ടർ സ്പേസിൻ്റെ അകത്തുള്ള ഒരു വെക്ടർ വി എടുത്തു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി ഡബ്ല്യൂൻ്റെ ഒരു കോസെറ്റിലെ എലമെൻ്റ് ആയിരിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഒരു സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ആ സ്കൂളിലെ എക്സാക്ട്ലി ഒരു ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ? ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു സ്കൂളിലെ 5ാം ക്ലാസ് എടുത്തു, 5A. എന്നിട്ട് 5Aയിലിപ്പോൾ 30 കുട്ടികളുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണു 5Aക്ക് 30 ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടാക്കാൻ പറ്റും. ഇതുമായി താരതമ്യം ചെയ്യട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നാലും ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഒരു കോസെറ്റിൻ്റെ അകത്ത് നിന്ന് ഉള്ള മെമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ U1 കിട്ടിയാൽ U1+W എന്നൊരു പേരിട്ടു, U2 കിട്ടിയാൽ U2+W എന്നൊരു പേരിട്ടു. അപ്പം ഈ കോസെറ്റിൻ്റെ അകത്ത് നിന്ന് മെമ്പേഴ്സിനെ കിട്ടുകയാണെങ്കിൽ ആ മെമ്പേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോസെറ്റ് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടാക്കാൻ തോന്നും. അതേമാതിരി 5Aയിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളെ ഉപയോഗിച്ചിട്ട് 5Aക്ക് 30 പേരുണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ 5Kയിലെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയത്. അപ്പം ജലീൽ AP 5Kയിലെ സ്റ്റുഡൻ്റാന്ന് വിചാരിച്ചോ. പിന്നെന്താ സുഹൈൽ KP 5Kയിലെ സ്റ്റുഡൻ്റാന്ന് വിചാരിച്ചോ, സുഹൈൽ KP. പിന്നെ മുഫീദ NK, ഇതിൻ്റെ വൈഫാണ്. പിന്നെ ഒരാളെ കൂടി പറയാം, അഞ്ജലി CK. ഇതിൻ്റെ ആരുമല്ല കേട്ടോ, ചുമ്മാ രീതിയാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ 30ഓളം ആൾക്കാരുണ്ട് 5Aയിൽ. അപ്പോൾ അതിനകത്തുള്ള 4 ആളുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജലീൽ AP 5Aയിലുള്ളതും കൊണ്ട് നിങ്ങൾക്ക് 5Aക്ക് ഒരു പേരിട്ടൂടെ. അങ്ങനെ ജലീൽ AP പഠിക്കുന്ന ക്ലാസ്. ഞാൻ പറഞ്ഞു, ഒരു ഒരു സ്റ്റുഡൻറ്റ് എക്സാക്ട്ലി ഒരു ക്ലാസ്സിലേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇനീഷ്യൽ ഉൾപ്പെടുത്തിയത് ജലീൽ മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ജലീൽ പല ക്ലാസ്സിലുണ്ടാവില്ലേ, ഒരേ പേരുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനുകൊണ്ടാണ് ഇനീഷ്യൽ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷൻ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരേ പേരുള്ള ആൾ പല ക്ലാസ്സിലുണ്ടാവുന്ന പ്രശ്നം ഒഴിവായി കിട്ടും. ജലീൽ AP പഠിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5A ആയില്ലേ. പിന്നെ സുഹൈൽ KP പഠിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 5A ആയില്ലേ, എക്സെട്ര. അഞ്ജലി CK പഠിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 5A ആയി. അപ്പം അങ്ങനെ 5Aയിൽ 30 കുട്ടികളുടെ പേര് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ 5Aക്ക് അവരുടെ പേര് ഉപയോഗിച്ചിട്ട് 30 പേരിട്ടൂടെ. അതേപോലെ തന്നെയാണ് അല്ലേ? കോസെറ്റിൽ U1 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കോസെറ്റിന് U1+W എന്ന് പേരിട്ടു അല്ലേ? ജലീൽ AP ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജലീൽ AP പഠിക്കുന്ന ക്ലാസ്. അതേമാതിരി U1 ഉണ്ട് പറഞ്ഞപ്പോൾ U1+W എന്നും നിങ്ങൾ എന്ത് ചെയ്തു, V+Wക്ക് പേരിട്ടു. അതേമാതിരി U2 ഉണ്ട് പറഞ്ഞപ്പോൾ U2+W എന്ന് പേരിട്ടു, എക്സെട്ര. ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. അപ്പം ഒരു കോസെറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ആ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ആ കോസെറ്റിന് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടാക്കാം. ഇതൊക്കെ പോസ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. നൈസ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത വീഡിയോയിൽ എനിക്ക് ക്വസ്റ്റ്യൻ മാപ്പും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സ്പേസിൻ്റെ ഡയമെൻഷനൊക്കെ പറഞ്ഞിട്ട് അതും ഒരു ചെറിയ വീഡിയോ ആക്കി അങ്ങനെ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ വീഡിയോ വലുതായി പോകും. വീഡിയോ പരമാവധി ചെറുതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം കേൾക്കാൻ സുഖം ഉണ്ടാവുമല്ലോ. അപ്പം ഈ വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ സ്പേസ് ഒന്നുകൂടി ഓർത്തെടുത്തു. അതുപോലെ തന്നെ V mod Wൻ്റെ അകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് ആ W തന്നെ വരുന്നതിലൊക്കെ ഞാൻ ഓർക്കാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു കാര്യം, ഒരു കോസെറ്റിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പേരുകൾ ആ കോസെറ്റിന് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ സ്കൂളിൻ്റെ ഇതൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് കോസെറ്റുമായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങ് പറയാം.